കഥ ഭർത്താവ് ഭാഗം 22. വൈകുന്നേരം ബേക്കറിയിൽ നിന്നും ഓർഡർ ചെയ്തിരുന്ന സാധനങ്ങൾ അവർ വീട്ടിലെത്തിച്ചപ്പോൾ കാർട്ടൂൺ പെട്ടി തുറന്ന് ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗീതുവിൻ്റെ മൊബൈലിലേക്ക് അമ്മയുടെ കോൾ വരുന്നത്. ഡൈനിങ് ടേബിളിന് മീതെ വെച്ചിരുന്ന ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ അമ്മ കോളിംഗ് എന്ന് കണ്ടതോടെ ഗീതു കോളെടുക്കാതെ ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു. ഒരു തവണ ബെല്ലടിച്ച് നിന്ന ശേഷം വീണ്ടും ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. ഇത്തവണ ഗീതു ഫോൺ കയ്യിലെടുക്കാതെ വലതു കൈവിരൽ തുമ്പ് കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് അതേ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ "ആ അമ്മേ പറഞ്ഞോ" എന്ന് പറഞ്ഞു. "നീ അവിടെ ജോലി തിരക്കിലാണോടി?" തങ്കമണി തിരക്കി. "ഇല്ലമ്മേ, എന്താ കാര്യം?" ഗീതു തല ഫോണിനടുത്തേക്ക് അടുപ്പിച്ചു. "അവരിന്ന് നിന്റെ വീട്ടിൽ വിരുന്നിന് വന്നപ്പോൾ എന്താ ഗീതു അവിടെ സംഭവിച്ചത്?" "ഇവിടെ എന്ത് സംഭവിക്കാൻ? വിരുന്നിന് വന്നവർ വിരുന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി. ഏട്ടനും ഏട്ടത്തിയും അവിടെ വീട്ടിലെത്തിയില്ല അമ്മേ." "അവരവിടെ എത്തിയോ ഇല്ലയോ എന്ന് നിന്നെ അറിയിക്കാനല്ല ഞാൻ വിളിച്ചത്. ശ്യാം പറഞ്ഞല്ലോ ശ്രീലേഖ അവിടെ നിന്ന് ആഹാരമൊന്നും കഴിച്ചില്ലെന്ന്. അതിൻ്റെ കാരണം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്." അമ്മയുടെ സ്വരം മുറുകുന്നത് ഗീതു തിരിച്ചറിയുന്നുണ്ടായിരുന്നു. "അത്രയും പറഞ്ഞ ശ്യാമേട്ടൻ അതിൻ്റെ കാരണം അമ്മയോട് പറഞ്ഞില്ലേ? പറഞ്ഞില്ലെങ്കിൽ അമ്മയെന്താ അത് ശ്യാമേട്ടനോട് ചോദിക്കാതിരുന്നത്? അമ്മയുടെ മകൻ തൊട്ടരികെ ഉണ്ടായിട്ടും അങ്ങോട്ട് ചെന്ന് ചോദ്യം ചെയ്യാതെ അമ്മ എന്തിനാ എൻ്റെ മേക്കെട്ടിട്ട് കയറാൻ വരുന്നത്?" "നിൻ്റെ മേക്കെട്ടിട്ട് കയറാൻ വന്നോ? ആര് വന്നു? നിന്നോടല്ലാതെ ഞാൻ മറ്റൊരാടോ പോയി ചോദിക്കാനടേ? നിൻ്റെ വീട്ടിലേക്കല്ലേ അവർ വിരുന്ന് വന്നത്? അപ്പോൾ നിന്നോടല്ലാതെ ഞാൻ പിന്നെ ആരോട് പോയി ചോദിക്കണമെടി?" ആങ്ങളെയും നാത്തുനെയും വലിയ കാര്യത്തിൽ വിരുന്നിന് വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ആ പെങ്കൊച്ചിന് ഒട്ടിയ വയറോടെ പറഞ്ഞു വിട്ട ശേഷം അവൾ നിന്ന് വീമ്പത്തരം പറയുന്നത് കേട്ടില്ലേ? അതും എന്നോടാണോ ചോദിക്കേണ്ടതെന്ന്? നിന്റെ വീട്ടിൽ വന്ന ഒരു മനുഷ്യന് വിശപ്പിന് ആഹാരം കൊടുക്കാതെ വെറും വയറോടെ പറഞ്ഞുവിടാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? മര്യാദയില്ലാത്തവളെ. നേരത്തിന് പിടിച്ചിരുത്തി നിന്റെ ആങ്ങളയെ ഊട്ടുന്നതിന് നിനക്കൊരു മടിയും ഉണ്ടായിരുന്നില്ലല്ലോടി ഊവേ. എന്നിട്ട് അതിന് അവൾ ഓരോരോ ന്യായങ്ങൾ കണ്ടെത്തുന്നു. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ കിടന്ന് ചന്ദ്രഹാസം ഇളക്കുന്നത്? ഏട്ടത്തി വന്ന് എന്തോ പറഞ്ഞു തന്നു. അമ്മ അതങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങുകയും ചെയ്തു. ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്. മുകുന്ദേട്ടനെ കൂട്ടണ്ട, ശ്യാമളുണ്ടായിരുന്നല്ലോ. അമ്മയുടെ കയ്യിൽ അവരുടെ നമ്പറില്ലേ? അമ്മ അവരൊന്ന് വിളിച്ചു ചോദിച്ചേ. ഞാൻ ഏട്ടത്തിയെ ആഹാരം കഴിക്കാൻ പിന്നാലെ നടന്ന് എന്തോരം തവണ വിളിച്ചതാണെന്ന്. എന്നിട്ട് ശ്രീലേഖ എന്താ ആ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാതിരുന്നതെന്നാ എൻ്റെ ചോദ്യം. "ആ, അത് എനിക്കൊന്നും അറിയുകയില്ല. അതിൻ്റെ മറുപടി അമ്മയ്ക്ക് തരേണ്ടത് അവരല്ലേ. അമ്മ അങ്ങോട്ട് ചോദിക്ക്. ചിലപ്പോൾ വിശപ്പ് കാണില്ല, അതുകൊണ്ടാവും. അല്ലാതെ ഞാനെന്ത് പറയാനാ?" "നിനക്കൊന്നും പറയാനില്ലേ വേറെ?" എടി തങ്കമണി നെഞ്ചിൽ കുത്തും പോലെ ചോദിച്ചു. അമ്മ വെറുതെ അങ്ങും ഇങ്ങും തൊടാതെ സംസാരിക്കാതെ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയും. ഗീതു അസ്വസ്ഥത കാണിച്ചു. "നീ അവരെ വിരുന്ന് വിളിച്ചപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യമെന്താ? അത് നിനക്ക് ഓർമ്മയുണ്ടോ ഗീതു?" "ഓ, ഞാനെങ്ങും ഓർക്കുന്നില്ല." "നീ ഓർക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കാമടി. ശ്യാം ആ വീട്ടിലേക്ക് വരുന്ന ദിവസം ആ വീടിൻ്റെ പരിസരത്ത് പോലും കള്ളടിപ്പിക്കരുതെന്ന് നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലടി. 1 2 വട്ടമാണോ 100 തവണ പറഞ്ഞതല്ലേ? ഇത്ര പെട്ടെന്ന് നീ അതങ്ങ് മറന്നുപോയോ? ഞാനിവിടെ കള്ളും കുപ്പി വാങ്ങിച്ചു വെച്ചല്ല അവരെ സൽക്കരിക്കാൻ വിളിച്ചത്. ആ പേയ്വെള്ളം വാങ്ങിച്ച് വെറുതെ കളയാൻ ഇവിടെ ആരുടെയും കയ്യിൽ കാശുമില്ല. അമ്മ അതിന് എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. നീയല്ലെങ്കിൽ നിൻ്റെ കെട്ടിയവൻ വാങ്ങിച്ചു വെച്ച് കാണുമടി. കള്ളില്ലാത്ത ഒരു സൽക്കാരമില്ലല്ലോ അവന്. ഏത് പാർട്ടിക്കും തലവൈ കള്ളൊഴിച്ച് കുളിക്കുന്നതല്ലേ അവൻ്റെ ശീലം. അങ്ങനൊരു ശീലം മുകുന്ദേട്ടനുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് അങ്ങേരെ ആരുടെയും തോളിൽ കയറാൻ പോകാറില്ല. അക്കാര്യത്തിൽ അമ്മ പേടിക്കേണ്ട. ഭാര്യയെ കൊണ്ടുവന്ന് വിട്ടുമുറ്റത്ത് ഇറക്കി വിട്ടിട്ട് കാറുമെടുത്ത് തെറിയിൽ പാഞ്ഞു പോയത് ഇതിനാണെന്ന് ഞാനുണ്ടോ അറിയുന്നു? എന്നോട് പറഞ്ഞത് ടൗണിൽ പോയ മുകുന്ദേട്ടനെ കൂട്ടിക്കൊണ്ട് വരാനാണെന്നാ. അവൻ ടൗണിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നിനക്ക് തടയാൻ വയ്യായിരുന്നടി? മുകുന്ദൻ പോയതുപോലെ തിരിച്ചു വന്നോളുമെന്ന് പറയണമായിരുന്നു.
ടൗണിലേക്ക് പോയിരിക്കുന്ന നിൻ്റെ ഭർത്താവിനെന്താ തിരികെ വീട്ടിൽ വരാനുള്ള വഴി അറിയില്ലേ? അയ്യ, ഞാൻ തടഞ്ഞാൽ നിൽക്കുന്ന ഒരാൾ ഗേറ്റ് പൂട്ടിയിട്ടാൽ ഗേറ്റ് മിടിച്ച് തെറിപ്പിച്ചും കൊണ്ട് പോയേനെ ശ്യാമേട്ടൻ. ഞാൻ അറിയുന്നുണ്ടോ ആ പോക്ക് ഇതിനുള്ളതായിരിക്കുമെന്ന്? അതിനും അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കണം കേട്ടോ. നിന്നെ തന്നെ ഞാൻ കുറ്റപ്പെടുത്തുള്ളടി. മൂക്കുമുട്ടെ ബാറിൽ പോയി കുടിച്ചിട്ട് 2 എണ്ണവും ചേർന്ന് വീട്ടിലിരുന്ന് ആഘോഷിക്കാൻ വാങ്ങിച്ചും കൊണ്ടുവന്ന ആ കുപ്പിയെല്ലാം എടുത്ത് നിനക്ക് തല്ലി പൊട്ടിച്ച് കളയാൻ വയ്യായിരുന്നടി. എന്തിനും ഏതിനും അവന്മാർക്ക് മദ്യം വാങ്ങിച്ചുള്ള ഒരാഘോഷം, അതിന് കൂട്ടുനിൽക്കാൻ നീ ഒരുത്തിയോ? കൂടപ്പിറപ്പിൻ്റെ ജീവിതം നശിപ്പിച്ചു പോലും സന്തോഷം കണ്ടെത്തുന്ന നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടി. ഒക്കത്തിനും അവനെ പറഞ്ഞാൽ മതി, നിന്റെ ഭർത്താവ് ഉദ്യോഗം നോക്കുന്ന ആ കൈക്കല്ലില്ലാത്തവനെ. ഇനി അവൻ വിചാരിച്ചാലും നീ നേരെയാകാൻ പോകുന്നില്ലടി. പറഞ്ഞു തങ്കമണിക്ക് ദേഷ്യം വന്നു. ആഹാ, അമ്മായിയമ്മ മരുമകന് കൊടുത്ത വിശിഷ്ട പദവി ഏതായാലും കൊള്ളാം. കൈക്കെല്ലില്ലാത്തവൻ. കൈക്കെല്ലുള്ള ഒരുവൻ അവിടെ ഉണ്ടല്ലോ, അമ്മയുടെ മകൻ. കൈക്കെല്ലുള്ള അമ്മയുടെ മകൻ കാണിച്ചു കൂട്ടുമ്പോഴേക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം അമ്മേ. അന്ന് ഇതൊന്നും മാറ്റി പറഞ്ഞേക്കല്ലേ എൻ്റെ അമ്മ. അത്രയും പറഞ്ഞ ശേഷം ഗീതു പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. ഗീതു അവസാനം പറഞ്ഞ ആ വാചകം തങ്കമണിയുടെ മനസ്സിൻ്റെ സർവ്വസമാധാനവും നശിപ്പിക്കാൻ ശേഷിയുള്ളതായിരുന്നു. സുന്ദരേശൻ റൂമിലേക്ക് വരുമ്പോഴും തങ്കമണിയുടെ മനസ്സ് ഗീതു പറഞ്ഞ വാക്കുകളുടെ നടുക്കത്തിൽ നിന്നും മോചിതമായിരുന്നില്ല. എന്താ പറഞ്ഞത് നമ്മുടെ മോൾ? അവൾക്ക് അതിലൊന്നും മനസ്സാവാച യാതൊരു അറിവുമില്ലെന്ന് പറഞ്ഞു കൈമലർത്തി കാണും അല്ലേ? അതാണല്ലോ അവളുടെ പതിവ് രീതി. എന്താ സുന്ദരേട്ടൻ പറഞ്ഞത്? അയാൾ വന്നതും അയാളുടെ ചോദ്യവും ഒന്നും അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. താനീ ലോകത്തൊന്നുമല്ലേ, അവളെന്താ ഫോണിലൂടെ പറഞ്ഞതെന്നാ ഞാൻ ചോദിച്ചത്. എന്ത് പറയാൻ? തങ്കമണി ഫോൺ ബെഡിലേക്ക് വെച്ച് പിന്നെ ഒരു നെടുവീർപ്പിട്ടു. അവൾ ചെയ്തിട്ട എന്തെങ്കിലും തെറ്റ് എന്നെങ്കിലും ഒരിക്കൽ അവൾ സമ്മതിച്ചു തന്നിട്ടുള്ളതായി സുന്ദരേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇതും അതുപോലെ തന്നെ. അവളൊഴിച്ചു നമ്മളെല്ലാം അവൾക്ക് മുമ്പിൽ തെറ്റുകാർ. അവളെ വിളിച്ചു സംസാരിച്ച ഞാനാണെങ്കിൽ വെറും വീട്ടിയും. സുന്ദരേശൻ അതിന് മറുപടി പറഞ്ഞില്ല. ഗീതു തന്നോട് അവസാനം സംസാരിച്ച വാചകം തങ്കമണി ഭർത്താവിനോട് പറഞ്ഞില്ല. എങ്ങനെയെങ്കിലും മകൻ ഒന്ന് നന്നായി കണ്ടാൽ മതി എന്ന് മനസ്സിൽ പ്രാർത്ഥനയുമായി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെറുതെ അശാന്തതയുടെ വിത്ത് വിതയ്ക്കേണ്ട എന്ന് തങ്കമണി കരുതി. ഇന്ന് ശ്രീലേഖയും ശ്യാംസുന്ദറും മാടവനയിലേക്ക് വരികയാണ്. ഇനിയുള്ള ജീവിതം പുതിയ കുറേ മനുഷ്യർക്കൊപ്പമാണെന്ന് ശ്യാമിനറിയാം. 1-2 തവണ ശ്രീലേഖയുടെ വീട്ടിൽ വന്നു പോയതോടെ ശ്യാം അവരോടെല്ലാം നന്നായി ഇണങ്ങിക്കഴിഞ്ഞിരുന്നു. സുനിതയ്ക്കും ശ്രീകുട്ടനും ശ്യാമേട്ടനോട് സ്നേഹം കലർന്ന ബഹുമാനമാണ്. സരോജിനി അമ്മയ്ക്കാകട്ടെ വീട്ടിൽ ആണൊരുത്തൻ വന്നതിൻ്റെ തലയെടുപ്പ് ചില്ലറയല്ല. ഇപ്പോൾ അവർക്കൊരു പുതുജീവൻ വന്ന പ്രതീതിയാണ്. മരുമകനെ ബഹുമാനിക്കാനും അവൻ്റെ ആഗ്രഹങ്ങൾ തങ്ങളുടേത് കൂടിയാണെന്ന് മനസ്സിലാക്കാനുമൊക്കെ അവർ നേരം കിട്ടുമ്പോഴൊക്കെ സുനിതയോടും ശ്രീകുട്ടനോടും പറഞ്ഞു കൊടുക്കും. ഇന്ന് ശ്രീലേഖ വരുമെന്നറിഞ്ഞ് ഗോപിനാഥനും ചന്ദ്രികയും മാടവനയിൽ വന്നിട്ടുണ്ട്. ശകുന്തള അപ്പച്ചിയാണെങ്കിൽ തലേ ദിവസം തന്നെ വന്നു ചേർന്നതാണ്. അവർ ഇന്ന് ശ്രീലേഖ വന്നു കണ്ട ശേഷം ഉച്ചയോടെ മടങ്ങിപ്പോകും. 10 മണി കഴിഞ്ഞപ്പോഴേക്കും കാറിൽ ശ്യാംസുന്ദറും ശ്രീലേഖയും അവിടേക്ക് എത്തിച്ചേർന്നു. കാർ ഓടിച്ചിരുന്നത് ശ്യാമിൻ്റെ അനുജൻ വിനുവാണ്. അവൻ കാറുമായി തിരികെ പോരുമ്പോൾ ശ്യാം കൂടെ വന്ന് വീട്ടിൽ നിന്നും ബൈക്ക് എടുത്തും കൊണ്ട് മാടവനയിലേക്ക് പോരും. 2 ദിവസത്തിനകം വണ്ടി ഓടാൻ പോയി തുടങ്ങണമെന്നാണ് ശ്യാമിൻ്റെ പ്ലാൻ. ശ്രീലേഖ അവനോട് താൻ കൂടെ ജോലിക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ വിസ വന്ന് ഗൾഫിലേക്ക് പോയ ശേഷം അന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി ജോലിക്ക് പോകുന്നത് എന്നാണ് അവൻ അവൾക്ക് കൊടുത്ത മറുപടി. മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്നത് ആദ്യം കണ്ടത് ശ്രീകുട്ടനാണ്. അവൻ സുനിതയോട് വിളിച്ചു പറഞ്ഞ ശേഷം കട്ടിലിൽ നിന്ന് ആയാസപ്പെട്ടിറങ്ങി ഗോപിനാഥൻ്റെ അടുത്തേക്ക് ചെന്നു. അയാളും അവർ വന്നത് കണ്ട് പുറത്തേക്ക് ചെന്നു. സരോജിനി അമ്മയും ശകുന്തളയപ്പച്ചിയും ചേർന്ന് നാടൻ കോഴി വാങ്ങി കറി വെച്ചും കൊണ്ട് നിൽക്കുകയാണ്. അവർക്കരികെ ഓരോന്ന് സംസാരിച്ചും കൊണ്ട് ചന്ദ്രികയും നിൽക്കുന്നു. ഗോപിനാഥൻ്റെ കൈ പിടിച്ചും കൊണ്ട് ശ്രീകുട്ടൻ കാറിനരികിലേക്ക് ചെന്നു. ശ്യാംസുന്ദറിൻ്റെ 1-2 ബാഗുകൾ ഡിക്കിയിൽ നിന്നും പുറത്തെടുത്തു വെച്ച ശേഷം
വിനു വന്ന് ശ്യാമിനെ നോക്കി ശ്രീലേഖ പുറത്തിറങ്ങി നിന്ന് ഗോപിനാഥനുമായി സംസാരിക്കുകയാണ്. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം, നീ ആ ബാഗ് എടുത്ത് അകത്തേക്ക് വെച്ചേരെ, ശ്യാം സുന്ദർ അനുജനോട് പറഞ്ഞു. ശ്യാമേട്ട ഇനി വേണ്ട, ശ്യാമേട്ടൻ ഈ ആ കുപ്പി തുറന്നാൽ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ അമ്മയെ വിളിക്കും. ആ കുപ്പിയിൽ പെപ്സി കോള ആണെന്നാ ഏട്ടത്തിയും കരുതിയിരിക്കുന്നത്. ചുമ്മാ അവരുടെയെല്ലാം മുമ്പിൽ നാണം കെടല്ലേ, പറഞ്ഞില്ലെന്ന് വേണ്ട. അവൻ ശബ്ദം വളരെ താഴ്ത്തിയാണ് സംസാരിച്ചത്. അതൊരു ധൈര്യത്തിനല്ലോടാ. ഇനിയുള്ള ഞാനൊന്ന് മുതലാളിയെ വിളിച്ച് സംസാരിച്ചിട്ട് വന്നേക്കാം, നീ അകത്തേക്ക് കയറിക്കോ. ശ്യാം സുന്ദറെ ഒന്ന് നോക്കിയ ശേഷം അവൻ ബാഗുകളും എടുത്ത് അകത്തേക്ക് നടന്നു. അതിനിടയിൽ അവനോട് ശ്രീലേഖ ശ്യാമേട്ടൻ എവിടെയെന്ന് തിരക്കിയപ്പോൾ, ഇപ്പോൾ വരും, ഏട്ടൻ ആർക്കോ ഫോൺ ചെയ്യുക ഏട്ടത്തി എന്ന് അവൻ മറുപടി പറഞ്ഞു. ശകുന്തളയപ്പച്ചി അടുക്കളയിൽ നിന്ന് വരുമ്പോൾ ശ്രീലേഖയെ മാത്രം കണ്ട് അവളോട് ശ്യാം എവിടെ മോളെ എന്ന് ചോദിച്ചു. ശ്രീലേഖ പുറത്തെ കാറിന് നേർക്ക് വിരൽ ചൂണ്ടി. ഞാനൊന്ന് കാണട്ടെ എൻ്റെ മോനെ, എത്രയോ ദിവസമാകുന്നു കണ്ടിട്ട്. അവർ പുറത്തിറങ്ങി കാറിനരികിലേക്ക് ചെന്നു. മോൻ ഇറങ്ങി വരുന്നില്ലേ, ഇവിടെ ഇരിക്കുകയാണോ? അവർ പുറത്തു നിന്നുകൊണ്ട് സൈഡ് ഗ്ലാസിനുള്ളിലൂടെ തല അകത്തേക്കിട്ടു. അതിനുള്ളിലെ ഗന്ധം പിടിച്ചെടുക്കാൻ അവർക്ക് അരനിമിഷമേ വേണ്ടി വന്നുള്ളൂ. അവർ മൂക്കി വിടർത്തി അങ്ങിങ്ങ് നോക്കുന്നത് കണ്ട ശ്യാം സുന്ദർ ചോദിച്ചു, എന്താ? വല്ലാത്തൊരു മണം ഇതിൻ്റെ ഉള്ളിൽ. അത് ഇതിനുള്ളിലൊന്നുമല്ല, പുറത്തെങ്ങാനുമാകും, ശ്യാം സുന്ദർ അലസമായി പറഞ്ഞു. പുറത്തല്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ശകുന്തളയപ്പച്ചി പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ ശ്യാം ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നു. അപ്പച്ചിക്ക് മനസ്സിലായി കേട്ടോ. ഒരു കള്ളം കണ്ടുപിടിച്ച മട്ടിൽ അവർ ശ്യാമിനെ നോക്കി. മനസ്സിലായോ? എന്ത്? ശ്യാം അജ്ഞത അടിച്ചു. കള്ളൻ. അവർ ഒരു കുസൃതിച്ചിരി ചിരിച്ചു. ഒരു തുള്ളിയുണ്ടെങ്കിൽ അപ്പച്ചിക്കും കൂടി താ മോനെ, വരണ്ടിട്ട് അപ്പച്ചിയുടെ തൊണ്ട പൊട്ടുന്നു. ഇതിനുള്ളിൽ ഒന്നുമില്ല, തൊണ്ട വരണ്ടെങ്കിൽ നിങ്ങൾ പോയി വെള്ളം കുടിക്ക്. എനിക്കറിയാലോ, അപ്പച്ചിക്ക് കണ്ടപ്പോയേ തോന്നിയതാ നീ ഒരു ഒന്നാം തരം അടിക്കാരനാണെന്ന്. എൻ്റെ മൂത്തമോൻ മംഗളനും ഇതേപോലെ. അവൻ പിന്നെ എനിക്ക് മിക്കപ്പോഴും കൊണ്ടുതരും. മനോഹരന ഒരു തുള്ളി തരാത്തത്. അതുകൊണ്ടെന്താ, അവൻ വാങ്ങിച്ചു പെണ്ണുമ്പിള്ള കാണാതെ എവിടെ കൊണ്ടുവച്ചാലും ഞാനതെടുത്ത് കടിക്കും. ഇവർക്ക് മുമ്പിൽ രക്ഷയില്ലെന്ന് ശ്യാം സുന്ദറിന് മനസ്സിലായി. എന്തു പറഞ്ഞാലും ഇവർ തിരിച്ചു പോകാനും പോകുന്നില്ല. ശ്യാം സുന്ദർ അവിടെ ഇരുന്നും കൊണ്ട് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി. പിന്നെ പ്ലാറ്റ്ഫോമിലിട്ടിരുന്ന 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ കാൽഭാഗത്തിൽ താഴെ ശേഷിച്ചിരുന്ന പെപ്സിയുള്ള കുപ്പിയെടുത്ത് അവർക്ക് നേരെ നീട്ടി. ഇത് തന്നെ എൻ്റെ മോനും ചെയ്യുന്നത്, ഭാര്യ അറിയാതിരിക്കാനുള്ള മാർഗം. ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവർ അവിടെ നിന്നുകൊണ്ട് തന്നെ കുപ്പിയിൽ നിന്നും കുറേശ്ശെയായി വായിലേക്ക് അമർത്തി. ശ്യാം സുന്ദർ കരുതിയത് 1-2 കവിൾ കുടിച്ച ശേഷം അവർ അത് മടക്കി തരുമെന്നാണ്. എന്നാൽ കൂതറ മദ്യപാന്മാരെ പോലും അവർ കുപ്പി കാലിയാക്കിയ ശേഷം ഒന്ന് കാറി തുപ്പിയിട്ട് കുപ്പി താഴേക്ക് ഒരേറ് കൊടുത്തു. ഇവർക്ക് ഇതിൽ നല്ല മുൻപരിചയമുണ്ടെന്ന് ശ്യാമിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ ചെന്ന് അലമ്പുണ്ടാക്കല്ലേ തള്ളേ, പോയി ഒരു ഭാഗത്ത് ഇരുന്നോണം, ശ്യാം വിരൽ ചൂണ്ടി പറഞ്ഞു. ഇതൊക്കെ എന്തോന്നാകാനടാ മോനെ, എന്നാൽ നീ ആള് പുലിയാ കേട്ടോടാ മോനെ. സരോജിനി നിന്നെ കണ്ട് പിടിച്ചോണ്ട് വന്നപ്പോൾ ഞാൻ പോലും കരുതിയില്ല നീ ഇത്രയും ഉശിരൻ ആയിരിക്കുമെന്ന്. അപ്പച്ചിക്ക് സന്തോഷമായി മോനെ. അവളെങ്ങനെ മോനെ ശ്രീ, നിങ്ങളോടൊക്കെ വലിയ കാര്യമാണോ? മോനോട് സ്നേഹമുണ്ടോ? എനിക്കതറിഞ്ഞാൽ മതി. ഭാര്യയ്ക്ക് പിന്നെ ഭർത്താവിനോട് സ്നേഹം കാണില്ല തള്ളേ. അല്ല, ശ്രീക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നേ ഈ കല്യാണം, അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പച്ചി. ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന ശ്യാം സുന്ദറിൻ്റെ വിരലുകൾ നിശ്ചലമായി. അവൻ മുഖമുയർത്തി അവരെ നോക്കി അവൻ്റെ കണ്ണുകൾ ഇറുകി ചെറുതായി വന്നുകൊണ്ടിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.